السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. نويت الاعتكاف في هذا المسجد الله تعالى പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയത്തോടു കൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഈ ഒരുമിച്ച് കൂടിയിരുത്തം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലും 3 ആഴ്ചകളിലൊക്കെ നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടത്, അവിടുത്തെ മഹബത്തുമായി ബന്ധപ്പെട്ടത്, അവിടുത്തെ ഹിജ്റയുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ നമ്മൾ പ്രതിപാദിച്ചു. ഇതേ പരിശുദ്ധ റബീഇൽ തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ആകമാനം സങ്കടത്തിലാക്കിക്കൊണ്ട് അവിടുന്ന് അതിരറ്റ സ്നേഹിച്ച സ്വഹാബത്ത് കരഞ്ഞ ഒരു ദിവസം ഉണ്ടായതും ഈ പരിശുദ്ധമായ റബീഇലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച അന്നത്തെ സ്വഹാബത്തെ കിറാമിന് സങ്കടം സഹിക്കവയ്യാത്ത ദിവസം, ഭൂമിയും ആകാശവും കരഞ്ഞ ദിവസം, എല്ലാ ആളുകളും ആ സങ്കടത്തിൽ ഉൾക്കൊണ്ട ദിവസം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ പരിശുദ്ധ റബ്ബിലേക്ക് അയക്കപ്പെട്ട ദിവസം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസവും പരിശുദ്ധമായ റബീഇലാണ്. ഞാൻ വിശാലമായി സംസാരിക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൂർണ്ണമായ ചരിത്രം അയവിറക്കുന്നവരാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന രോഗശൈലിയിൽ ഇങ്ങനെ കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതുപോലത്തെ മറ്റു ചില സ്വഹാബികളും സ്വഹാബി വനിതകളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് ആഗമനം അവസാനമായി കൊടുത്ത ഒരു വസിയത്ത് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്തെന്നറിയുമോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഇങ്ങനെയാണ്: വഹുവ യുഗർഇറു ബിനഫ്സി അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് തൊണ്ടക്കുയിലെത്തിയിട്ടുണ്ട്. അവസാനമായി പൊതുവെ കൊടുത്തിട്ടുള്ള വസിയത്ത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്ന നമ്മൾ, മഹബ്ബത്ത് വെക്കുന്നവരെന്ന് പറയുന്ന നമ്മൾ, ആ വസിയത്ത് എത്രമാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത സമയമാണ്, വിശാലമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത സമയത്തിൽ 2 വാക്കുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്ന വസിയത്ത് ഇങ്ങനെയാണ്: അസ്സലാ അസ്സലാ വമാ മലകത് അയ്മാനുക്കും. എന്റെ ഉമ്മത്തെ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വമാ മലകത് അയ്മാനുക്കും, നിങ്ങളുടെ കരങ്ങൾ ഉടമയാക്കി നിങ്ങൾക്ക് ദുനിയാവിൽ താൽക്കാലികമായ പല ഉടമസ്ഥാവകാശവും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ, നിങ്ങളുടെ മക്കളുടെ മേലെ, നിങ്ങളുടെ അടിമകളുടെ മേലെ അധികാരത്തിന്റെ ഭ്രമത്തിൽ കിടക്കുന്ന ഒരുപാട് രാജാക്കന്മാർക്ക് പോലും ഒരുപാട് അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണേ, സൂക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, മുത്തനബി പറഞ്ഞ അവസാനത്തെ 2 വാക്ക്, ഒന്ന് പടച്ച റബ്ബിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹക്കുകളാണ്, രണ്ടാമത്തത് നമ്മൾ അടിയാറുകളോട് കാണിക്കുന്ന ഹക്കുകളാണ്. വളരെ വിശാലമായ അർത്ഥവത്തായ ഈ 2 കൺസെപ്റ്റുകളും അല്ലാഹുവിന്റെ റസൂൽ 2 വാക്കിൽ ഒതുക്കുകയാണ്: അസ്സലാ അസ്സലാ വമാ മലകത് അയ്മാനുക്കും. നിസ്കാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കാര്യം നിങ്ങൾ ക്ലിയർ ആക്കണേ എന്ന് അവസാനം നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഇനി ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഇ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാനിരിക്കുക. ഞാനും നിങ്ങളും ജീവിതത്തിൽ എത്ര നിസ്കാരം കളാക്കി, എന്നിട്ടാണോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന് നമ്മൾ പറയുന്നതും അതിനു വേണ്ടിയിട്ട് സകലമായ സംഗതികളും നമ്മൾ ചെയ്യുന്നത്? അവസാനത്തെ വസിയത്ത് പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ നമ്മൾ എന്ത് ഉമ്മത്താ പ്രിയപ്പെട്ടവർ? ചിന്തിക്കണം. നമ്മൾ ഒരു നിസ്കാരം പോലും എന്റേത് പ്രായപൂർത്തിയായതിനു ശേഷം ഖളാ ആയിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് ഉറപ്പോടെ പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് എന്നോ ഞാനും നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. അവിടെയാണ് ഹബീബിന്റെ വസിയത്ത് നമ്മൾ പൂർത്തീകരിക്കുന്നത്. അവിടെയാണ് ഹബീബിന്റെ മഹബ്ബത്ത് പൂർണ്ണമാകുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പൈതു എന്നില്ലാന്നല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന്റെ അവസാനത്തെ ആളിനെയും ആ സിറാത്ത് പാലത്തിന്റെ അറ്റത്ത് ഞാൻ കത്തിരിക്കുമെന്ന് സ്വഹാബിയോട് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോഴും ഉമ്മത്തിനോട് ആവശ്യപ്പെട്ട കടമ നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട ചില പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ക്ലിയർ ആയാലേ അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവിടെ ക്ലിയർ ആക്കാനുള്ള എല്ലാ സംഗതികളും ഉള്ളൂ. കാരണം ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദ അത് നിസ്കാരമാണ്. മറ്റൊന്ന് പറഞ്ഞു വെച്ചത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കരങ്ങൾ ഉടമയാക്കിയിട്ടുള്ള നമ്മുടെ അധികാര മേഖലയിൽ നമ്മുടെ അധികാരത്തിന്റെ അടിയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ട അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അവർക്ക് വേണ്ട ഉത്തരവാദിത്ത നിർവഹണങ്ങൾ പടച്ച റബ്ബിനെ മേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹക്കാണ്. ഈ രണ്ട് ഹക്കും പൂർത്തീകരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ റൂഹ് തൊണ്ടക്കുയിലെത്തിയപ്പോഴും ഈ ഉമ്മത്തിന് വേണ്ടി അവസാനമായി കൊടുത്തിട്ടുള്ള വസിയത്തെന്നോ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, മുസ്ലിം നാമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല രാജാക്കന്മാരും പല രാഷ്ട്രങ്ങളും തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മളിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഫലസ്തീനിലെ ചെറിയ മക്കൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോ കയ്യുയർത്താൻ കഴിഞ്ഞിട്ട് പോലും ബിസിനസിന്റെയും അധികാരത്തിന്റെയും കച്ചവട ബന്ധത്തിന്റെയും പേര് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ ഒന്നുമല്ലാതെയാക്കുമ്പോൾ മുഅ്മിനിന്റെ മനസ്സ് വേദനിക്കാതിരിക്കുന്നത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ഒരു വസിയത്ത് കൂടി പറഞ്ഞ് ഞാൻ നടത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി മിമ്പറിൽ കയറിയത് എന്തിനാ നിങ്ങൾക്ക് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാർ തങ്ങൾ അനസ് ബിൻ മാലിക് തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ തോളിലൂടെ ഇങ്ങനെ ഷാൾ ഇട്ടിട്ട് കുറച്ച് അത്തറൊക്കെ പൂശി അടയാളമുള്ള ഒരു തലപ്പാവും ധരിച്ച് അവസാനമായി അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട അൻസാർ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ അതിനുശേഷം മിമ്പറിൽ കയറിയിട്ടില്ല. അവസാനമായി മിമ്പറിൽ കയറിയപ്പോഴും പ്രധാനപ്പെട്ട വിഷയം അൻസാരികളായ സ്വഹാബികളെ നിങ്ങൾ ബഹുമാനിക്കണം, അവരോട് വിട്ടുവീഴ്ച കാണിക്കണം. പ്രിയപ്പെട്ടവരെ, വായിക്കണം ആരാണ് അൻസാരികൾ. സുദീർഘമായി സംസാരിക്കേണ്ടതാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് ഒരേ ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ത്യജിച്ച് കുടുംബത്തെ ഒഴിവാക്കി ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് മക്ക വിട്ട് മദീനയിലേക്ക് നടന്നുപോയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത്, കുടുംബമില്ല, സമ്പത്തില്ല, എല്ലാം അവിടെ ഇട്ടേച്ചു പോവുകയാണ്. എന്തിന്റെ പേരിൽ? ഇസ്ലാമായതിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ. ഇങ്ങനെ വരുന്ന ഒരു സമൂഹത്തെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച് എന്ന് മാത്രമല്ല തന്റെ ബിസിനസ് പങ്കാളിയാക്കി. രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലി തന്റെ സഹോദരന് കെട്ടിച്ചു കൊടുത്തു. വീടിന്റെ ഒരു നില എനിക്കും മറ്റൊരു നില സഹോദരനായ ആ മുഹാജിറിനും വിട്ടുകൊടുത്ത അൻസാരി സ്വഹാബികളെ പറ്റി അവസാന സമയത്ത് അവിടെ എണ്ണങ്ങൾ കുറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയിട്ട് പറയാണ്, അൻസാരികളായ സ്വഹാബികളെ നിങ്ങൾ ബഹുമാനിക്കണം ട്ടോ. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ട്ടോ. നിങ്ങൾ അധികാര കസാരയിലെത്തുമ്പോ ആ അൻസാരികളോട് നിങ്ങൾ സ്നേഹം പുലർത്തണം ട്ടോ എന്ന് അവസാനമായി മിമ്പറിൽ കയറിയപ്പോൾ അൻസാരികൾക്കുള്ള വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഇന്നത്തെ കാലത്തിന്റെ അൻസാറുകളാവണം നമ്മൾ. ഇന്നത്തെ കാലത്ത് അൻസാറുകളോട് സ്നേഹം വെക്കുന്നവരാവണം നമ്മൾ. പീഡിതം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ഫലസ്തീനിലെ പിഞ്ചുമക്കള് അറിയുമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി കത്തിരിക്കുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ആ ബോംബുകൾ വർഷിക്കുന്നത്, കൈകാലുകൾ ഏറ്റുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോ ചികിത്സ കിട്ടാതെ പിഴഞ്ഞു വീഴുന്ന ചെറിയ ചെറിയ മക്കളുടെ ദൃശ്യങ്ങൾ കാണുമ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള അൻസാറുകളാവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ദുആ കൊണ്ട് പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രിയപ്പെട്ടവരെ, അതല്ല ഏതെങ്കിലും വ്യവസായ ബന്ധത്തിന്റെ പേര് പറഞ്ഞ് കൈയുയർത്താൻ കഴിയുന്ന പല രാജ്യങ്ങളും മൗനം പാലിക്കുമ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മുസ്ലിം നാമം കൊണ്ട് മാത്രം ഇസ്ലാം ആവുകയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വക്താക്കളാവുകയോ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത്തരം പീഡിതം അനുഭവിക്കുന്ന, ഇസ്ലാമായതിന്റെ പേരിൽ പീഡിതം അനുഭവിക്കുന്ന ആളുകളോട് ചേർത്ത് നിൽക്കുകയും അതിന്റെ അൻസാറുകളാവാനും നമുക്ക് കഴിയണം. ആ അൻസാറുകളെ സ്നേഹിക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കുന്നവരെ, ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് വോട്ടുകളും മറ്റും ഐക്യരാഷ്ട്രസഭയിലും മറ്റൊക്കെ നടക്കുമ്പോൾ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നൽകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദുനിയാവിൽ വർത്തമാന സാഹചര്യത്തിന് അൻസാറുകൾ
നിയമിച്ചവരായി നമ്മൾ മാറൂ. ദീർഘിപ്പിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് പറഞ്ഞ അവസാനത്തെ വസിയത്ത് അൻസാറുകളോടുള്ള സ്നേഹമാണെങ്കിൽ വർത്തമാന കാലത്തിന്റെ അൻസാറുകളായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാരായ പീഡിത അനുഭവിക്കുന്ന ഫലസ്തീനിലെ മക്കൾക്ക് അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ, ക്ഷമ പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരിൽ നിന്ന് ഷഹീദായി പോയ ആളുകൾക്ക് നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവി അല്ലാഹു അവർക്ക് നൽകട്ടെ. കേവലം ആളുകളെ കാണിക്കുന്ന പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് നമ്മുടെ സ്വകാര്യമായ പ്രാർത്ഥനകളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിലൊക്കെ അവർക്കൊരു സ്ഥാനം നിങ്ങൾ കരുതി വെക്കണമെന്നോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയൊക്കെ യഥാർത്ഥ ഈമാനുള്ള ആളുകളായിട്ട്, യഥാർത്ഥ യഖീനുള്ള ആളുകളായിട്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് അവർക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമ്മളിൽ നിന്ന് കയ്യാണ് സാന്ദർഭികമായി ഉണർത്താണ്. റബീ എന്നുള്ളത് മുത്തു റസൂലുള്ളാഹിനെ ആ മദ്ഹ് ചെയ്യാനുള്ള റീചാർജിനുള്ള മാസം മാത്രമാണ്. മദ്ഹ് അത് കൊല്ലം മുഴിക്കെ, ജീവിതം മുഴിക്കെ, നമ്മുടെ ഹറക്കാത്തുകളിലും സക്കനാത്തുകളിലും റസൂലുള്ളാഹിന്റെ മഹബത്ത് കൊണ്ട് നടക്കേണ്ടവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ഈ റീചാർജിന് നമ്മൾ ചെയ്യുന്ന പൊതു സംവിധാനങ്ങളൊക്കെ നിന്നാൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം അഷ്റഫുൽ ഖൽഖി എന്നുള്ളൊരു വികാരം ഓരോ സമയത്തും ഉണ്ടാവണം. അല്ലാഹു മുത്ത് റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കുന്ന മുത്തഖീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.